ഡിയർ കാറ്റഡ് ആസ്പിരൻസ്, ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കാറ്റഡ് ഡിസംബർ 2023 എക്സാമിൽ പാസ് മാർക്ക് നേടാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവ വരുന്ന പാഠഭാഗങ്ങളുമാണ്. 3 വർഷത്തിലധികമായി ടീച്ചർ എലിജിബിലിറ്റി കോച്ചിംഗ് രംഗത്ത് ഒരുപാട് വിദ്യാർത്ഥികളെ വിജയത്തിലെത്തിക്കാൻ ടോസ് അക്കാഡമിക്ക് കഴിഞ്ഞു. ഡിസംബർ 2023 കാറ്റഡ് എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഡെയിലി MCQ സീരീസുമായിട്ട് ടോസ് അക്കാഡമിയുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്ലി നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിലെ യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ് ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കുക. ഓരോ പോയിന്റ്സ് പഠിക്കുന്നതും ഓരോ ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി ആയിട്ട് കണ്ടു പഠിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ട്. ഇവ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം കെമിക്കൽസ് നോക്കാം. അസ്പെർജില്ലസ് നൈഗർ നമുക്കറിയാം ഒരു ഫംഗസ് ആണ്. അസ്പെർജില്ലസ് നൈഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സിട്രിക് ആസിഡ്. അസ്പെർജില്ലസ് നൈഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിട്രിക് ആസിഡ്. ദെൻ അടുത്തൊരു ബാക്ടീരിയ ആണ് അസറ്റോബാക്ടർ അസറ്റേ, അസറ്റിക് ആസിഡ്. അസറ്റോബാക്ടർ അസറ്റേ, അസറ്റിക് ആസിഡ്. ദെൻ ക്ലോസ്ട്രീഡിയം ബോട്ട്ലികം, ബ്യൂട്ടറിക് ആസിഡ്. ലാക്ടോബാസിലസ്, ലാക്റ്റിക് ആസിഡ്. സക്കാരോമൈസസ് സെർവീസിയെ, എത്തനോൾ. ക്ലോസ്ട്രീഡിയം ബോട്ട്ലികം എന്താണ്? അതൊരു ബാക്ടീരിയ ആണ്. ദെൻ ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. സക്കാരോമൈസസ് സെർവീസി ഒരു ഈസ്റ്റ് ആണ്. മൈക്രോ ഓർഗാനിസംസ് ഏത് കാറ്റഗറി വരുന്നു എന്ന് പഠിക്കുക. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതാണെന്ന് പഠിക്കുക. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അടുത്ത എൻസൈംസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയം, നെയിം ഇംപ്ലൈസ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് സ്ട്രെപ്റ്റോകൈനേസ്. ഇതൊരു ബ്ലഡ് ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ക്ലോട്ടുകൾ റിലീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു എൻസൈം ആണ് സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനസ്. അടുത്തതാണ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ട്രൈക്കോഡെർമ പോളിസ്പോറം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ. ദെൻ മോണോകോക്കസ് പെർപ്യൂറെ ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആണ് സ്റ്റാറ്റിൻസ്. സ്റ്റാറ്റിൻസ്. സ്റ്റാറ്റിൻസ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ക്യാൻ ലോവേഴ്സ് ദ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ്ലി നമ്മൾ കാണുന്നത് മാർച്ച് 2023 തൊട്ട് ലാസ്റ്റ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അസ്പെർജില്ലസ് നൈഗർ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്. Aspergillus niger is used in the production of citric acid. So here the correct answer is option C is the correct answer here. Then next one, Monococcus purpurae is commercially used in the production of dash. Monococcus purpurae is a yeast commercially used in the production of, നമുക്കറിയാം, a blood cholesterol lowering agent. Blood cholesterol lowering agent. So correct answer option B. Option B. The next question, streptokinase, which is used as a clot buster for removing clots from the blood vessels of a patient, is obtained from. Streptokinase എവിടെ നിന്നാണ് അതിനെ ലഭിക്കുന്നത്? ആ ഒരു എൻസൈം ലഭിക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയത്തിൽ നിന്നാണ്. Streptokinase, it is obtained from a bacterium. So here the correct answer is option B, bacteria. Option B, bacteria. Secondly, നമ്മൾ എടുത്തിരിക്കുന്ന topic in situ and ex situ conservation from the chapter biodiversity conservation. Important ആയിട്ടുള്ള points ഇവയാണ്. എന്താണ് in situ conservation, എന്താണ് ex situ conservation, അതുപോലെ തന്നെ അവയുടെ examples important ആണ്. In situ conservation, the method of conserving all the living species, especially the wild and endangered species, in their own natural habitat and environment. ഇതാണ് ഇമ്പോർട്ടന്റ്. ഒരു ഓർഗാനിസത്തെ അതിൻ്റെ തന്നെ ഹാബിറ്റാറ്റിൽ, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ് സിറ്റു കൺസർവേഷൻ. ദ ടെക്നിക് ഓഫ് കൺസർവേഷൻ ഓഫ് all levels of biological diversity outside their natural habitat.
ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് പുറത്ത് അവയെ സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സേക്രഡ് ഗ്രൂവ്സ്. ഇതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും പഠിച്ചിരുന്ന മറ്റൊരു ഏരിയയാണ് ബയോസ്ഫിയർ റിസർവ്സിന് എക്സാമ്പിൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ ബയോസ്ഫിയർ റിസർവ്സിന്റെ ലിസ്റ്റ് എടുത്ത് പഠിക്കുക, നാഷണൽ പാർക്കിന്റെ ലിസ്റ്റ് എടുത്ത് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും. മിനിമം ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ്, എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ് പോവുക. ദെൻ എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് സൂ, ക്യാപ്റ്റീവ് ബ്രീഡിംഗ്, അക്വേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്, ക്രിപ്റ്റോ പ്രിസർവേഷൻ. ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാർച്ച് 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ സിറ്റു കൺസർവേഷൻ? ഓപ്ഷൻസ് ജീൻ ബാങ്ക്, സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, നാഷണൽ പാർക്ക്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നാഷണൽ പാർക്ക് ആണ് ഇൻ സിറ്റു കൺസർവേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, നാഷണൽ പാർക്ക് ഇൻ സിറ്റു കൺസർവേഷൻ. അടുത്ത ടോപ്പിക് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈവിൾ കോട്ടന്റ്. അത് വരുന്നതും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി ലോസിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസിലേക്ക് ലീഡ് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇവ 4ഉം ബൈ ഹാർട്ട് ചെയ്യുക. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ലോസ് ഓഫ് ഹാബിറ്റാറ്റ്, എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് കണ്ടിന്യൂസ്ലി, ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ എക്സോട്ടിക് സ്പീഷീസ്. ഈ ഒരു 4 പോയിന്റ്സ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മിക്ക കാറ്ററ്റ് എക്സാമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നിടവിട്ട എക്സാംസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മോഡൽ കാണാം. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഡസ് നോട്ട് കംസ് അണ്ടർ ദ ഈവിൾ കോട്ടന്റ്. ഡിസംബർ 2020. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, latitudinal gradient, extinction of species continuously, introduction of an exotic species. So answer is clear here. latitudinal gradient. ഈ ഒരെണ്ണമാണ് ഈവിൾ കോട്ടന്റിൽ വരാത്ത ഒരു പോയിന്റ് ആയിട്ടുള്ളത്, ഒരു റീസൺ ആയിട്ട് ഉള്ളത്, latitudinal gradient. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റൂട്ട് മോഡിഫിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. റൂട്ട് മോഡിഫിക്കേഷൻ വരുന്നത് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. റൂട്ട് മോഡിഫിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റെം മോഡിഫിക്കേഷൻ, ലീഫ് മോഡിഫിക്കേഷൻ. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഇതിനെ ഒരു മോഡലായിട്ട് എടുക്കുക. ദെൻ റൂട്ട് മോഡിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് റൂട്ട്സ്, ആ ടൈപ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതാണ്, ഇവയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ. നമുക്ക് റൂട്ട്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ടാപ്പ് റൂട്ട് ആൻഡ് അഡ്വന്റേഷ്യസ് റൂട്ട്. ടാപ്പ് റൂട്ട് ടൈപ്സ് ആണ് ട്യൂബറസ് റൂട്ട്, അതിന് എക്സാമ്പിൾ ആണ് മിറാബിൾസ് വരുന്നത്. ദെൻ നോഡുലേറ്റഡ് റൂട്ട്, ഫ്യൂസിഫോം റൂട്ട്, കോണിക്കൽ റൂട്ട്, നാപ്പിഫോം റൂട്ട്, നിമാറ്റോഫോസ്, മാംഗ്രോവ്സിലൊക്കെ കാണുന്നതാണ് നിമാറ്റോഫോസ്. ദെൻ അഡ്വന്റേഷ്യസ് റൂട്ട് ടൈപ്സ് ആണ് ട്യൂബറസ് റൂട്ട്, ഫെസിക്കുലേറ്റഡ് റൂട്ട്, ബീഡഡ് റൂട്ട്, നൊഡുലൂസ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, പ്രോപ്പ് റൂട്ട്. ഇവ ഓരോന്നും പഠിക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഈ ഒരു എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വെക്കുന്നത് എക്സാംസിലേക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ മോഡൽസ് ഒന്ന് കാണാം. In groundnut, the root is. Groundnut, the root is. Groundnut ഏത് ഫാമിലിയിൽ വരുന്നതായിരിക്കും? ലെഗുമിനോസ ഫാമിലി, അതായത് പയറിന്റെ വർഗത്തിൽ വരുന്നതാണ് ഗ്രൗണ്ട്നട്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ ഈ ഒരു കാര്യം ഉറപ്പിക്കാം. നോഡുലേറ്റഡ് റൂട്ട്, ഗ്രാം പീയിലും പീനട്ടിലൊക്കെ ഉള്ളത് നോഡുലേറ്റഡ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട്നട്ടിൽ ഉള്ള റൂട്ടും നോഡുലേറ്റഡ് റൂട്ട് തന്നെയാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, നോഡുലേറ്റഡ് റൂട്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിച്ച് വൺ of the following is not a modification of stem? മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം അല്ലാത്തത് ഏത്? നമ്മൾ റൂട്ട് മോഡിഫിക്കേഷൻ ആണ് പഠിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലാത്തത് ഏതെന്ന് ഉറപ്പിക്കാം. ഇവിടെ നമുക്ക് നിമാറ്റോഫോസ് കാണാം. നിമാറ്റോഫോസ് എന്നുള്ളത് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, അതിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് നിമാറ്റോഫോർ. നിമാറ്റോഫോർ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, അതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല. ആൻസർ ബി ഇസ് ദ റൈറ്റ് വൺ, നിമാറ്റോഫോസ്. ബാക്കി വരുന്നതൊക്കെയാണ് സ്റ്റെം മോഡിഫിക്കേഷൻ. ഇതുപോലെ തന്നെ റൂട്ട് മോഡിഫിക്കേഷൻസ് പഠിച്ചതുപോലെ തന്നെ സ്റ്റെം മോഡിഫിക്കേഷൻസും പഠിച്ചു വെക്കുക.
അടുത്ത ടോപ്പിക്കും നമ്മൾ എടുത്തിരിക്കുന്നത് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഫ്രൂട്ട് ടൈപ്സ്. എല്ലാ ഫ്രൂട്ട് ടൈപ്സും, ഫ്ലഷി ഫ്രൂട്ടും ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട്, ഡെഹിസൻറ്റ് ഫ്രൂട്ട്, ഇതെല്ലാം തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ഫാമിലീസ് പഠിച്ചിട്ട് പോവുക, എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോവുക. എല്ലാം നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എങ്കിലും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പോം ടൈപ്പ് ഫ്രൂട്ട് കാണുന്നത് കുക്കുർബിറ്റേസിയ ഫാമിലി, വാട്ടർമെലൺ, കുക്കുംബർ, പംകിൻ ഒക്കെ കാണുന്ന ഫാമിലിയാണ് കുക്കുർബിറ്റേസിയ. പെപ്പോ ടൈപ്പ് ഫ്രൂട്ട്, ദെൻ പോഡ് അല്ലെങ്കിൽ ലെഗ്യൂം കാണുന്നത് ഫാബിയേസിയ ഫാമിലി. ഹെസ്പെരീഡിയം കാണുന്നത് റൂട്ടേസിയ ഫാമിലി. സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ, ഓറഞ്ച് ഒക്കെ വരുന്ന ഫാമിലിയാണത്. ദെൻ പോം റോസേസിയ, ആപ്പിൾ, പിയർ ഒക്കെ വരുന്ന ഫാമിലിയാണ് റോസേസിയ. അതിൽ കാണുന്ന ഫ്രൂട്ട് ടൈപ്പ് ആണ് പോം. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് സൊളനേസിയ ഫാമിലിയിൽ ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ. സൊളനേസിയ ഫാമിലിയിൽ വരുന്നതാണ് ടൊമാറ്റോയുടെ കേസിൽ അത് ബെറി ആണ്. അതേസമയം ഡെറ്റൂറയും സൊളനേസിയ ഫാമിലിയാണ്, പക്ഷെ അവിടുത്തെ ഫ്രൂട്ട് ടൈപ്പ് വരുന്നത് സ്പൈനി ക്യാപ്സ്യൂൾസ് ആണ്. ദെൻ അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ കാണുന്ന മറ്റൊരു ഫാമിലിയാണ് ലിലിയേസിയ ഫാമിലി. ഈ ഒരു പോയിന്റ്സ് കൂടിയൊക്കെ ഓർത്തിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. മൈമോസിയെ മെമ്പേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫ്രൂട്ട് ടൈപ്പ്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് പെപ്പോ, ലൊമൻഡം, പോഡ്, ഹെസ്പെരീഡിയം. പെപ്പോ ഓൾറെഡി നമുക്കറിയാം കുക്കുർബിറ്റേസിയ ഫാമിലിയാണ്. പോഡ് ഫേബിയേസിയ ലെഗുമിനോസിയ ഫാമിലിയാണ്. ഹെസ്പെരീഡിയം റൂട്ടേസിയ നാരകത്തിന്റെ ഫാമിലിയാണ്. സോ ഇവിടെ ഇതിൽ പെടാത്തതാണ് ലൊമൻഡം. മിമോസേസിയ മെമ്പേഴ്സിന്റെ ഫ്രൂട്ട് ടൈപ്പ് ആണ് ലൊമൻഡം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലൊമൻഡം. മിമോസിയ മെമ്പേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫ്രൂട്ട് ടൈപ്പ് ലൊമൻഡം. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ലൈക്കൺസ് എന്നുള്ള ടോപ്പിക്കാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലാണ് ലൈക്കൺസ് വരുന്നത്. പ്രധാനമായും ലൈക്കന്റെ ക്ലാസിഫിക്കേഷൻസ്, എക്സാമ്പിൾസ് ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ലൈക്കൺസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗസ്. ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ട്ണറിനെ മൈക്കോബയോണ്ട് എന്നുമാണ് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് അതിന്റെ ഏത് ഹാബിറ്റാറ്റിൽ അത് വളരുന്നു എന്നതിന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ചില പേരുകളാണ്. ബാർക്ക് ഓഫ് ദി ട്രീയിലാണെങ്കിൽ കോർട്ടിക്കോളസ് ലൈക്കൺ, ബെയർ റോക്കിലാണെങ്കിൽ സാക്സിക്കോളസ് ലൈക്കൺ, സോയിലാണെങ്കിൽ ടെറിക്കോളസ് ലൈക്കൺ. എക്സാമിന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണിത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, എക്സ്റ്റേണൽ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പോയിന്റ് ആണ്. ദെൻ classification based on external morphology, crustose lichen, then foliose lichen, fruticose lichen. ഇതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ക്രസ്റ്റോസ് ലൈക്കണിലുണ്ട്. ക്രസ്റ്റോസ് ലൈക്കൺസ് ആയിരിക്കും ഒരു സെറോസിയറിൽ, ഒരു ബെയർ ലാൻഡിലെ പൈനിയർ കമ്മ്യൂണിറ്റി, ഏറ്റവും ആദ്യം അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ലൈക്കൺസ്. അത് ആദ്യമായിട്ട് അവിടെ ആ ഒരു ബെയർ ലാൻഡിൽ വരുന്ന പൈനിയർ കമ്മ്യൂണിറ്റി ആണ് അവിടുത്തെ ക്രസ്റ്റോസ് ലൈക്കൺ. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫോളിയോസ് ലൈക്കൺ, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഫംഗൽ കമ്പോണന്റ്. ഫംഗൽ കമ്പോണന്റ്, ആൽഗെ ഫംഗെ അസോസിയേഷൻ ആണല്ലോ ലൈക്കൺ. ദെൻ അവിടുത്തെ ഫംഗൽ കമ്പോണന്റ് ഏതാണ് എന്നതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ആസ്കോമൈസൈറ്റ്സിലുള്ളതാണെങ്കിൽ ആസ്കോ ലൈക്കൺ, ബസീഡിയോമൈസൈറ്റ്സിലുള്ളതാണെങ്കിൽ ബസീഡിയോ ലൈക്കൺ, ഡ്യൂട്ടിരോമൈസൈറ്റ്സിലുള്ളതാണെങ്കിൽ ഡ്യൂട്ടിരോ ലൈക്കൺസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എക്സാമ്പിൾസിനാണ് ലൈക്കൺസിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ലൈക്കൺ ഗ്രോയിങ് ഇൻ ദ റോക്ക് ആർ കോൾഡ്. സെപ്റ്റംബർ 2014 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്കൺ ഗ്രോയിങ് ഇൻ ദ റോക്ക് ആർ കോൾഡ്. റോക്കിൽ വളരുന്ന, ബെയർ റോക്കിൽ വളരുന്ന ടൈപ്പ് ലൈക്കണെയാണ് നമ്മൾ സാക്സിക്കോളസ് ലൈക്കൺ എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സാക്സിക്കോളസ് lichen. Option B is the right answer here. The next question. Which is the pioneer community in Syrosia? സിറോസിയറിലുള്ള പൈനിയർ കമ്മ്യൂണിറ്റി. മെയ് 2022 ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് നമുക്കിവിടെ. അവിടെ നമുക്ക് പൈനിയർ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ക്രസ്റ്റോസ് ലൈക്കന്റെ ഏതെങ്കിലും എക്സാമ്പിൾസ് ഇവിടെ വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ക്രസ്റ്റോസ് ലൈക്കന്റെ എക്സാമ്പിൾ ആയിട്ട് റൈസോകാർപ്പൺ വന്നിട്ടുണ്ട്. സോ പൈനിയർ കമ്മ്യൂണിറ്റി ഇൻ സെറോസിയർ വരുന്നത് റൈസോകാർപ്പൺ ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ.
തീർച്ചയായിട്ടും നമുക്ക് ലൈക്കൺ എന്നുള്ള ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് കിങ്ഡം ഫംജൈ. കിങ്ഡം ഫംജയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. നമ്മളിവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് കാണുന്നത് ഫസ്റ്റ്ലി പെനിസീലിയം നൊട്ടേറ്റം. പെനിസീലിയം നൊട്ടേറ്റം ആസ്കോമൈസേറ്റ്സിൽ വരുന്നതാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ദെൻ അടുത്തത് സക്കാരോമൈസസ് സെർവീസിയെ, അതും ആസ്കോമൈസേറ്റ്സിൽ വരുന്നതാണ്. അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ എ. ദെൻ അസ്പെർജില്ലസ് നൈഗറിൽ നിന്നാണ് കോർട്ടിസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗസ് ആണ് ന്യൂറോസ്പോറ ആൻഡ് ഈസ്റ്റ്. ദെൻ പ്ലാന്റ് ഹോർമോൺ ജിബറലിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സോയിൽ ഫംഗസ് ആയിട്ടുള്ള ജിബ്രല്ല ഫ്യൂജിഗോറൈ എന്നുള്ള ഫംഗസ് ആണ്. ദെൻ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഡിസീസ് ഫൈറ്റോഫ്തോറ ഇൻഫെസൻസ് ആണ് കോസ് ചെയ്യുന്നത്. ദെൻ പൗഡറി മിൽഡ്യൂ ഡിസീസ് കോസ് ചെയ്യുന്നത് ആസ്കോമൈസേറ്റ്സ് ക്ലാസ്സിൽ വരുന്ന ഫംഗസുകളാണ്. ദെൻ LSD ഒരു ഡ്രഗ് ആണ്, അതും ക്ലാവിസെപ്സ് പർപ്യൂറ എന്നുള്ള ഒരു ഫംഗസിൽ നിന്നാണ് എടുക്കുന്നത്. ക്ലാവിസെപ്സ് പർപ്യൂറ ഇത് കോമൺ ആയിട്ട് കേറ്ററ്റ് എക്സാമിന് മാത്രമല്ല മറ്റ് എക്സാംസിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. LSD ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഫംഗസ് ക്ലാവിസെപ്സ് പർപ്യൂറ. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാം. LSD is prepared from A or an ഒക്ടോബർ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ക്ലാവിസെപ്സ് പർപ്യൂറ ആണ് LSD പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫംഗസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൗഡറി മിൽഡ്യൂ ഓഫ് cereals is caused by. സെപ്റ്റംബർ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പൗഡറി മിൽഡ്യൂ is caused by ആസ്കോമൈസേറ്റ്സ്. ഇതുപോലെ തന്നെ ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുക, അതുപോലെ തന്നെ ഫംഗസ് കോസ് ചെയ്യുന്ന പ്ലാന്റ്സിലും ആനിമൽസിലും ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസസും കൂടെ നോക്കി പോവുക. അടുത്ത നമ്മൾ എടുത്തിരിക്കുന്നത് പ്ലാന്റ് കിങ്ഡം എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽഗെ എന്നുള്ള ടോപ്പിക്കാണ്. പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആൽഗെ തന്നെയാണ്. നമ്മൾ ആൽഗെ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് 3 ആൽഗൽ ക്ലാസ്സസ് പഠിക്കുക. 3 ആൽഗൽ ക്ലാസ്സസ്, എല്ലാ ക്ലാസ്സസും പഠിച്ചില്ലെങ്കിൽ കൂടിയും 3 നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ആൽഗൽ ക്ലാസ്സസ്, അവയുടെ പിഗ്മെന്റ്, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ, എക്സാമ്പിൾസ്, ഇത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഏത് ആൽഗയാണ് അതിന് എക്സാമ്പിൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും ആൽഗ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായും 3 മേജർ ക്ലാസ്സസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയയുടെ മറ്റൊരു പേരാണ് ഗ്രീൻ ആൽഗെ. ക്ലോറോഫൈസിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ. ഇതിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ A and B. ഇവിടുത്തെ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആണ് സ്റ്റാർച്ച്. എക്സാമ്പിൾസ് ക്ലാമിഡോമോണസ്, വോൾവോക്സ്, യൂളോട്രിക്സ്, സ്പൈറോഗൈറ, ദെൻ ക്യാര. മറ്റൊരു പോയിന്റ് ആണ് ഇവയുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ്. കേറ്ററ്റ് എക്സാമ്പിൾ ആൽഗൽ ക്ലോറോപ്ലാസ്റ്റ് ഷേപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണേണ്ടതാണ് ഫയോഫൈസിയ, അതർവൈസ് നോൺ ആസ് ബ്രൗൺ ആൽഗെ. ഇവിടുത്തെ പിഗ്മെന്റ് ക്ലോറോഫിൽ A and C, then ഫ്യൂക്കോസാന്തിൻ. റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ലാമിനാറിൻ ഓർ മാനിറ്റോൾ. എക്സാമ്പിൾ എക്ടോകാർപ്പസ്, ഡിക്ടിയോട്ട, ലാമിനാറ, സർഗാസം, ഫ്യൂക്കസ്. ഇവിടുത്തെ എക്കണോമിക് ഇമ്പോർട്ടൻസ് 2 ആഡ് ചെയ്യുന്നുണ്ട്. ആൽജിൻ is obtained from Phaeophyceae members. Then mannitol and iodine is also obtained from laminare. It is a member in Phaeophyceae. Then next one is Rhodophyceae, red algae, chlorophyll A and D. Phycoerythrin is the pigment here. Then Floridane starch is a reserved food material. Then examples Polysiphonia, Porphyry, Gracilaria, Gelidium. അഗാർ ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഗ്രാസിലേറിയയിൽ നിന്നും ജലീഡിയത്തിൽ നിന്നുമാണ്. ഇത് എപ്പോഴും തന്നെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഗാർ ഇറ്റ് ഇസ് ഒപ്റ്റെയിൻഡ് ഫ്രം ഗ്രാസിലേറിയ ഓർ ഇറ്റ് ഈസ് ഫ്രം ജലീഡിയം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാം. അഗാർ ഈസ് ഒപ്റ്റെയിൻഡ് ഫ്രം, ഡിസംബർ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അഗാർ ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ഫ്രം
Gracilaria. Option A is the right one. The next question, reserved food material in Rudolphiaceae. Rudolphiaceae, red algae. Red algae reserved food material. June 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ Phyophyceae, Chlorophyceae, എങ്ങനെ വേണേലും ചോദിക്കാം. സോ ഹിയർ ദ റൈറ്റ് ആൻസർ, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ഇൻ Rudolphiaceae. Rudolphiaceae റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആണ് Floridane starch. Floridane starch. Option D is the right one. Then മറ്റൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആഡ് ചെയ്തിട്ടില്ല, എങ്കിലും പഠിക്കുമ്പോൾ ആൽഗൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരജീൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നത് കോൺട്രസ് എന്നുള്ള ആൽഗയിൽ നിന്നാണ് കാരജീൻ ഒബ്റ്റൈൻ ചെയ്യുന്നത്. കാരജീൻ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കോൺട്രസ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പെഡഗോജി ഭാഗത്ത് നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന 3 ടോപ്പിക്സ് ആണ്. ഈ ഒരു 3 ടോപ്പിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഫസ്റ്റ്ലി, യുനെസ്കോസ് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ടോപ്പിക് യുനെസ്കോ. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫസ്റ്റ്ലി യുനെസ്കോയുടെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. പല കേറ്റഡ് എക്സാംസിലും യുനെസ്കോയുടെ ഫുൾ ഫോം തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ UNESCO's full form, United Nations Educational, Scientific and Cultural Organization. Next one, 4 pillars of education. Learning to know, learning to do, learning to live together, learning to be. തീർച്ചയായും ഈ ഒരു 4 എണ്ണം ജസ്റ്റ് പേര് മാത്രം പഠിച്ചിട്ട് പോവുക. കാരണം ഇതിൽ യുനെസ്കോയുടെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ പെടാത്തതേത്, പെടുന്നതേത്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ചില ക്വസ്റ്റ്യൻ മോഡൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫുൾ ഫോം ഓഫ് യുനെസ്കോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ മോഡലാണ്, വിച്ച് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് യുനെസ്കോ. യുനെസ്കോയുടെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ പെടുന്നത് ഏത്? ഇതിന് പകരമായി ലേണിംഗ് ടു നോ, അതിന് പകരമായി ലേണിംഗ് ടു ലേൺ ഓർ ലേണിംഗ് ടു ഏൺ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു 4 എണ്ണത്തിൽ പെടാത്തത് ചോദിച്ചാൽ അതല്ല എന്ന് തിരിച്ചറിയുക. തീർച്ചയായും ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് തന്നെ പോകാം. മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, റിഗാർഡിംഗ് ദ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്പിംഗ് വൺസ് ഓൺ പേഴ്സണാലിറ്റി. വൺസ് ഓൺ പേഴ്സണാലിറ്റി എന്താണ്? ലേണിംഗ് ടു ബി ആണ്. ലേണിംഗ് ടു ബി ആണ്. ദെൻ മെമ്മറി സ്കിൽസ്, ലേണിംഗ് ടു നോ. ദെൻ സോഷ്യൽ സ്കിൽസ്, ലീവ് ടുഗെദർ. ഓക്കെ, ഇത് കണക്റ്റഡ് ആണ്, അതുകൂടി മനസ്സിലാക്കി പഠിച്ചു പോവുക. തീർച്ചയായും യുനെസ്കോയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു ടോപ്പിക്ക് വന്നിരിക്കുന്നത് ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷ്വറൻസ്. ഇതിലെ NCTE. NCTEയിൽ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് NCTയുടെ ഫുൾ ഫോം പഠിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് NCTE എന്ന് പഠിക്കുക, അതുപോലെ NCTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, NCTE പബ്ലിക്കേഷൻസ്, ജേർണൽസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. NCT full form, National Council for Teacher Education. National Council for Teacher Education. Teacher Education വേണ്ടിയിട്ടുള്ളതാണെന്ന് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. NCT plans and coordinate the development of teacher education system throughout the country. NCT ടീച്ചർ എഡ്യൂക്കേഷന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, ക്വാളിറ്റി അഷ്വറൻസിന് വേണ്ടിയിട്ടുള്ളതാണ് NCTE. NCTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ജേർണൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ NCTയുടെ ജേർണൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദ ക്വാളിറ്റി ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ all over India is regulated by, no doubt, answer is NCTE. NCTE. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷ്വറൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. NCERT. NCERTയുടെ ജേർണൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കാരണം NCERT ബേസ് ചെയ്ത് NCERT ഫുൾ ഫോം, NCERT ഇയേഴ്സ്, അതുപോലെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരും. എങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് NCERTയുടെ ജേർണൽസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതാണ് NCERT ജേർണൽസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
തീർച്ചയായും ഈ ഒരു 8 ജേർണൽസ്, പ്രധാനപ്പെട്ട 8 ജേർണൽസ് ഇവയാണ്. ഇവ പഠിച്ചിട്ട് തന്നെ പോവുക. ജേർണൽസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, സ്കൂൾ സയൻസ്, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ റിവ്യൂ, ദ പ്രൈമറി ടീച്ചർ, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ അബ്സ്ട്രാക്ട്, ഭാരതീയ ആധുനിക് ശിക്ഷ, പ്രാഥമിക് ശിക്ഷ, വോയിസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്. ഇതെല്ലാം NCERT ജേർണൽസ് ആണ്, NCERTയുടെ പബ്ലിക്കേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും ഇത് പഠിച്ചിട്ട് പോവുക. ഇത് 3-4 ക്വസ്റ്റ്യൻസ് ഇത് ബേസ്ഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ NCERT? ജൂൺ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, റിവ്യൂ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, സയൻസ് ഫോർ സ്കൂൾ, ദ സർവൈവൽ. കറക്റ്റ് ആൻസർ വരുന്നത് ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആണ്. ഒരു ഡൗട്ട് വരാം, റിവ്യൂ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ റിവ്യൂ എന്നാണ് ജേർണലിന്റെ പേര്. ഇവിടെ തന്നിരിക്കുന്ന റിവ്യൂ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ദ ഫസ്റ്റ് വൺ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. വോയിസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് പബ്ലിഷ്ഡ് ബൈ NCERT. ആ ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന ഏരിയാസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായും ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ്, അതുപോലെ തന്നെ കൂടുതൽ റെഫറൻസ് ആവശ്യമായിട്ടുള്ള ഏരിയാസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു ഏരിയാസ് ഒക്കെ നോക്കിയിട്ട് പോവുക. എല്ലാവർക്കും KTET എക്സാമിൽ വിജയം ആശംസിക്കുന്നു. താങ്ക് യു.